എല്ലാവർക്കും ശരസ്നോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ഷവോമിയുടെ വെബ്സൈറ്റിലും കൂടാതെ ആമസോണിന്റെ വെബ്സൈറ്റിലും ഒരു പുതിയൊരു ഫോണിനെ കുറിച്ചൊരു സ്പെക്കുലേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ റെഡ്മി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ റെഡ്മി 9 എന്ന് പറഞ്ഞ ഫോൺ 27-ാം തീയതി 12 മണിക്ക് ലോഞ്ച് ആവുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ടീസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവർക്കുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ നമ്മുടെ റെഡ്മിയുടെ 9 എന്ന് പറഞ്ഞ ഗ്ലോബൽ വേരിയന്റ് ഇന്ത്യയിൽ വീണ്ടും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നാണ്. എന്നാൽ ഇത് ആക്ച്വലി നമ്മുടെ റെഡ്മിയുടെ ഗ്ലോബൽ വേരിയന്റ് ആയിട്ടുള്ള റെഡ്മി 9 അല്ല, ഇത് പുതിയൊരു ഫോണാണ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പുതിയ റെഡ്മി 9 എന്ന് പറഞ്ഞ ഫോണിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയായിരിക്കും എന്നുള്ള എല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രധാനമായും ഞാൻ ഈ ഒരു റെഡ്മി 9ന്റെ ടീസറും കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ കൂടെ പോയപ്പോൾ എനിക്ക് വളരെ അധികം സിമിലാരിറ്റി തോന്നിയ ഒരു ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ റെഡ്മിയുടെ തന്നെ 9C എന്ന് പറഞ്ഞൊരു ഫോൺ ഇതിന് മുന്നേ നമ്മുടെ മലേഷ്യയിൽ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ആ ഒരു റെഡ്മി 9C വെച്ച് വളരെ അധികം സാമ്യം എനിക്ക് തോന്നി ഈ ഒരു പുതിയ റെഡ്മി 9 എന്ന് പറഞ്ഞ ഫോണിൽ. ഈ ഒരു ഫോണിൽ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.53 ഇഞ്ചിൻ്റെ ഒരു HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 720p റെസൊല്യൂഷനെ കിട്ടുള്ളൂ, 1080p റെസൊല്യൂഷൻ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടില്ല. ഇനി അടുത്തത് ഈ ഒരു ഫോണിൽ വരാവുന്ന പ്രോസസ്സർ ഏതാണെന്നാണ്. അപ്പോൾ ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റിലും കൂടാതെ ആമസോണിലും പ്രോസസ്സർ ഏതാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഹൈപ്പർ എൻജിൻ എന്ന് പറഞ്ഞൊരു ഒരു എക്സ്ട്രാ ഗെയിമിംഗ് ബൂസ്റ്റ് അങ്ങനത്തെ കുറച്ച് ടെക്നോളജി ഉണ്ട് എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റെഡ്മി 9C നോക്കുവാണെങ്കിൽ റെഡ്മി 9Cയിലും ഈ സെയിം ഹൈപ്പർ എൻജിൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ എൻജിൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്ന് പറഞ്ഞ ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് പ്രോസസ്സർ ആയിരിക്കും നമ്മുടെ ഈ ഒരു റെഡ്മി 9ലും വരാവുന്നത്. ഇനി റെഡ്മി 9C നോക്കുവാണെങ്കിൽ അതിൽ വന്നിരുന്നത് 2 വേരിയന്റിലാണ്. അതായത് 2GB റാമും 32GB മോഡലും കൂടാതെ 3GB റാമും 64GB മോഡലും. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ അവർ ഇട്ടിരിക്കുന്നത് മോർ റാം മോർ സ്റ്റോറേജ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒരു 3GB 64 മോഡലും കൂടാതെ ഒരു 4GB 128 മോഡലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 2GB 64 അല്ലെങ്കിൽ 3GB 64 ആ ഒരു രീതിയിലും ഈ ഒരു ഫോണിന് വേരിയൻസ് വരാവുന്നതാണ്. ഇനി അടുത്ത ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു മാസീവ് ബാറ്ററി ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ റെഡ്മി 9ന്റെ ടീസറിൽ കാണാവുന്നത്. അപ്പോൾ മാസീവ് ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ റെഡ്മി 9Cയിൽ വന്നിരിക്കുന്നത് ഒരു 5000 mAh ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ഫോണിലും 5000 mAh ബാറ്ററി തന്നെ ആയിരിക്കും. കൂടാതെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമോ എന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവില്ല. ഒരു നോർമൽ 10 വാട്ടിൻ്റെ ചാർജർ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ കൂടെ വരുന്നത്. ഇനി ചാർജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഫോണിലെ പോർട്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ മൈക്രോ USB പോർട്ട് ആയിരിക്കും. കൂടാതെ ഈ ഫോണിൽ നിങ്ങൾക്ക് 3.5mm ജാക്കും കൂടെ കിട്ടുന്നതാണ്. ഇനി റെഡ്മി 9ന്റെ ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടീസറിൽ പറഞ്ഞേക്കുന്നത് ഒരു AI ഡ്യുവൽ ക്യാമറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാമറ മൊഡ്യൂളിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെഡ്മിയുടെ 9C എന്ന് പറഞ്ഞ മോഡലിൻ്റെ ക്യാമറയായിട്ട് വളരെ അധികം സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈമറി ക്യാമറ വരാവുന്നത് ഒരു 13 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ്. കൂടാതെ സെക്കൻഡറി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരാവുന്നത് ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ്. കാരണം നമ്മുടെ 9Cയിൽ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഉണ്ടായി, ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ പ്ലേസ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ആയിരിക്കും എന്നാണ്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ നമ്മുടെ സ്ക്രീൻ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചുള്ള ഒരു സ്ക്രീനാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നമ്മുടെ 9Cയിൽ വന്നിരിക്കുന്നത് ഒരു 5 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ഫോണിന് നമ്മൾ 5 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏറ്റവും വലിയ കൺഫ്യൂഷൻ വന്നിരിക്കുന്ന ഒരൊറ്റ പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടാകുമോ എന്നാണ്. കാരണം നമ്മൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെഡ്മിയുടെ 8Aയും 8A ഡ്യുവലും അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഈ ഒരു റെഡ്മി 9 എന്ന് പറഞ്ഞ ഫോൺ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 8Aൻ്റെയും 8A ഡ്യുവലിൻ്റെ ഒരു സക്സസർ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഫോൺ വരാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 9Cയിൽ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഫോണിൽ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ ഫ്രണ്ട് ക്യാമറ വെച്ച് AI ഫേസ് അൺലോക്കിംഗ് ഉണ്ടാവും. ഇനി ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ട്രേ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3 സ്ലോട്ട് കാണാൻ പറ്റും. അപ്പോൾ 2 സിം കാർഡ് ഇടാൻ പറ്റും. കൂടാതെ നിങ്ങൾക്കൊരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്ത് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു എക്സ്പാൻഷൻ എത്ര വരെയാണെന്ന് വെച്ചാൽ നമ്മുടെ 9Cയിൽ 512GB വരെ ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന് നിങ്ങൾക്ക് 512GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് ഏറ്റവും പുതിയ MIUI 12 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ MIUI 12 എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പിന്നീട് അപ്ഡേറ്റ്
വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിന്റെ കാര്യത്തിൽ നമ്മുടെ ലോവർ വേരിയന്റ് വരാവുന്നത് ഏകദേശം ഒരു 7500 ആ ഒരു റേഞ്ചിലായിരിക്കും. ഹയർ വേരിയന്റ് ഏകദേശം 9000 റുപ്പീസിന്റെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം നമ്മുടെ റെഡ്മിയുടെ 9 പ്രൈം എന്ന് പറഞ്ഞ മോഡൽ 9999 വന്നിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിവൈസ് കുറച്ചുകൂടി ഇൻഫീരിയർ ആണ്, കുറേ കാര്യങ്ങളിൽ ഇതിൽ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 7000 to 8000 ഈ ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ എന്തായാലും റിലീസ് ആവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.